നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കുള്ള വീഡിയോസുമായിട്ടാണ് ഇന്നും ഇൻഫർമേഷൻ മീഡിയ വന്നിട്ടുള്ളത്. അവർക്കുള്ള വളരെ ഇമ്പോർട്ടൻ്റായ ഒരു അറിയിപ്പാണ്. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. കഴിഞ്ഞ പല അറിയിപ്പുകളെയും അതുപോലെ തന്നെ പല നിർദ്ദേശങ്ങളും കണ്ട് ആ വീഡിയോ ഇപ്പോഴും കണ്ട ആളുകൾ കമൻറ്റിൽ ചോദിക്കാറുണ്ട്, അതിപ്പോൾ നിലവിലുണ്ടോ അല്ലെങ്കിൽ ആ ആനുകൂല്യം നിലവിലുണ്ടോ എന്നെല്ലാം. അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങൾ അപ്പോൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. 1600 രൂപ പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ആളുകളും ഇപ്പോൾ നിർബന്ധമായും മാഷിനും പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമായിരിക്കും അവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് വെറും 70% മുതൽ 80% ആളുകൾ മാത്രമാണ് ഇതുവരെ മസ്റ്റിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അതായത് ഒരു വാർഡിൽ തന്നെ ഏകദേശം ഇനിയും 20-30 ആളുകൾ മസ്റ്റിംഗ് പൂർത്തിയാക്കാനുണ്ടെന്ന് എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പല ആളുകൾക്കും 2 പെൻഷൻ ലഭിക്കുന്നുണ്ട്. അതായത് വാർദ്ധക്യ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് തന്നെ ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ ലഭിക്കുന്നുണ്ട്. അത് പ്രവാസി ക്ഷേമനിധി ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ക്ഷേമനിധി ആയാലും അവർക്ക് ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് 2 പെൻഷൻ ഐ ഡി ഉണ്ടാകും. അവർ 2 വട്ടം മസ്റ്റിംഗ് പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുക. അവർ ആദ്യം ചെയ്ത പെൻഷൻ ഐ ഡി ഏതാണോ അതായിരിക്കും മസ്റ്റിംഗ് ആദ്യം പൂർത്തിയായിട്ടുള്ളത്. അതിനുശേഷം മറ്റേ പെൻഷൻ ഐ ഡിയും കൊടുത്ത് അവർ നിർബന്ധമായും പെൻഷൻ പൂർത്തിയാക്കണം. അത് ചിലപ്പോൾ അക്ഷയയിലുള്ള ആളുകൾ ശ്രദ്ധിക്കില്ല. നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമായിരിക്കും അവർക്ക് തുടർന്ന് 2 രൂപത്തിലുള്ള പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വിധവയായ ആളുകൾക്ക് ഒരുപാട് പെൻഷൻ ലഭിക്കുന്നുണ്ട്. അതിൽ അവരുടെ പെൻഷൻ നിർത്താനുള്ള കാരണം അവർ പുനർവിവാഹിതല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. 60 വയസ്സാവാത്ത പെൻഷൻ ലഭിക്കുന്ന ആളുകൾ നിർബന്ധമായും പുനർവിവാഹിതല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് നിർബന്ധമായും പഞ്ചായത്തിൽ ഏൽപ്പിക്കണം. നിങ്ങളുടെ വാർഡ് മെമ്പറുടെ കയ്യിൽ അതിനുള്ള ഫോം ഉണ്ടാകും. ആ ഫോം ഫില്ലപ്പ് ചെയ്തതിന് ശേഷം മരണപ്പെട്ട ആളുടെ മരണ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെയും കോപ്പിയും കൊണ്ട് ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷം അത് പഞ്ചായത്തിൽ ഏൽപ്പിക്കുക. 60 വയസ്സായ ആളുകൾ നൽകേണ്ടതില്ല. അല്ലാത്ത ആളുകൾ നിർബന്ധമായും ആ ഒരു പെൻഷൻ ആ സർട്ടിഫിക്കറ്റ് നൽകണം. എങ്കിൽ മാത്രമായിരിക്കും അവർക്ക് തുടർന്നും പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഈ ഒരു മസ്റ്റിംഗ് പൂർത്തിയാകുന്നതോടുകൂടി ഏകദേശം 20% ആളുകൾക്ക് മസ്റ്റിംഗ് പെൻഷൻ നിർത്തലാക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. അതിൽ പല ആളുകളും വിദേശത്തുണ്ട്. അതുപോലെ തന്നെ ആധാർ കാർഡിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട് മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ കിടപ്പിലായ രോഗികളുണ്ട്. ഇവരെല്ലാം എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം കിടപ്പിലായ രോഗികൾക്ക് നമ്മൾ വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ അക്ഷയയിൽ നിന്ന് നേരിട്ടോ നമ്മൾ അവരെ അറിയിച്ചതിന് ശേഷം വീട്ടിലേക്ക് അവരെ വരാൻ പറയുകയും വീട്ടിൽ വന്ന് മസ്റ്റിംഗ് പൂർത്തിയാക്കുകയും ചെയ്യുക. പല ആളുകൾക്കും ഫിംഗർ പ്രിൻറ്റ് ലഭിക്കുകയുണ്ടാവില്ല. അപ്പോൾ കണ്ണിൻ്റെയും മറ്റെല്ലാ രേഖകളും എടുത്ത് അവർ മസ്റ്റിംഗ് പൂർത്തിയാക്കും. ഇനി ഒരു തരത്തിലും അവർക്ക് ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ കണ്ണ് രേഖകൾ ലഭിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങിയതിന് ശേഷം മസ്റ്റിംഗ് സൈറ്റിൽ അവർ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിർബന്ധമായും ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും അവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുക. ഇനിയും ഒരു മാസത്തോളം ഏകദേശം 10-20 ദിവസത്തോളം ഇനിയും മസ്റ്റിംഗ് പൂർത്തിയാക്കാനുണ്ട്. അവസാന നിമിഷത്തേക്ക് കാക്കാതെ എല്ലാ ആളുകളും നിർബന്ധമായിട്ടും മസ്റ്റിംഗ് പൂർത്തിയാക്കുക. മസ്റ്റിംഗ് പൂർത്തിയാക്കാത്ത ഒരാളുകൾക്കും ഇനി പെൻഷൻ ലഭിക്കുകയില്ല. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.